സംസ്ഥാനത്തൊട്ടാകെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം വെറുതെ കിടക്കില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ അവിടെ ഗ്രൗണ്ടില്ല. അത് കാരണം കുട്ടികൾ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ കുറവാണ് എന്ന് മാത്രമല്ല മറ്റു പല തെറ്റായ പ്രവണതയിലേക്കും പോകുന്നു. പാലങ്ങൾക്കടിയിലൊക്കെ ഉള്ള സ്ഥിതിയുണ്ട്. കാട് പിടിച്ച് മാലിന്യം അല്ലെ ചിലർ ചുരുണ്ടുകൂടി കിടക്കുക അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ കേന്ദ്രമാണ്. ഈ ഒരു കൾച്ചർ മാറ്റാൻ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരണം. കേരളത്തിലെ എല്ലാ പാലങ്ങളുടെയും അടിയിലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ ഒരു പാർക്ക് കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കോർട്ട് കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പാർക്കോ അല്ലെങ്കിൽ ഒരു ചെസ്സ് കളിക്കാനുള്ള സ്ഥലമോ ആയിട്ടല്ല ഇതിനെ കാണുന്നത്. അത് നമ്മൾ ഒരു ചേഞ്ചാണ്. സമൂഹം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. അല്ലെ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരു സ്ഥലത്ത് തുടങ്ങിയാലുള്ള ഗുണം എന്താ വെച്ചാൽ അത് പടരും. പൂർത്തിയാക്കുന്ന നിലയിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും 2025 ഡിസംബറോടെ കൊല്ലം ജില്ലയിലെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വ്യക്തമായതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് കൊല്ലം ജില്ലയിൽ ആകെ 2150.675 കിലോമീറ്റർ റോഡാണുള്ളത്. വകുപ്പിന്റെ നിരത്ത് വിഭാഗത്തിന്റെ ചുമതലയിൽ 1515.375 കിലോമീറ്റർ, നിരത്തു പരിപാലന വിഭാഗത്തിന്റെ ചുമതലയിൽ 146.195 കിലോമീറ്റർ, പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ ചുമതലയിൽ 137.4 കിലോമീറ്റർ, കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ചുമതലയിൽ 310.405 കിലോമീറ്റർ റോഡും KSTPയുടെ ചുമതലയിൽ 41.3 കിലോമീറ്റർ റോഡും പരിപാലിക്കപ്പെട്ടു വരുന്നതായി മന്ത്രി അറിയിച്ചു. ദേശീയ സംസ്ഥാന പാത നിർമ്മാണത്തിന് GS റോയൽ ചാർജ് ഇനങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന തുക ഇളവ് ചെയ്ത് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായി. 317.35 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ലഭിക്കേണ്ട തുകയിൽ ഇതിന്റെ ഭാഗമായി നഷ്ടം വന്നിട്ടുള്ളത്. ഈ നഷ്ടം സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ്. കാരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാണ്. ഇതിൽ 992.422 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 509.417 കിലോമീറ്റർ റോഡുകൾ ഡിഫെക്സ് ലയബിലിറ്റി പീരീഡിൽ പ്രവർത്തിച്ച് ചെയ്ത് അതാത് കരാറുകാരും പരിപാലിച്ചു വരുന്നു. ഇതുകൂടാതെ ജില്ലയിൽ 340.27 കിലോമീറ്റർ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. ജില്ലയിലെ ആകെയുള്ള 2142.675 കിലോമീറ്റർ റോഡിൽ 1842.109 കിലോമീറ്റർ ആവശ്യമായ പ്രവൃത്തികൾ ചെയ്യാൻ ഒരു കരാറുകാരനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനം 5600 കോടിയോളം രൂപ ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ മാത്രം 600 കോടിയോളം രൂപയാണ് ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. 56 ഏക്കറോളം വിസ്തൃതിയുള്ള കുറ്റാലം പാലസിൽ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി 99.65 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും തമ്മിൽ റവന്യൂ മോഡലിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ തമിഴ്നാട് അതിർത്തിയിലുള്ള മലയാളികൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കുറ്റാലം പാലസ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും കഴിയുമെന്നും മന്ത്രി പ്രത്യാശിച്ചു. കേരളത്തിൽ നേരത്തെ ഡ്രെയിനേജുകളായാലും കുടിവെള്ള പൈപ്പ് ലൈനായാലും ഒക്കെ തന്നെ വളരെ നേരത്തെ ഉള്ളതാണ്. കുടിവെള്ളത്തിന് പൈപ്പ് റോഡിൽ തന്നെ ഇടണം. വേറൊരു സംവിധാനം നമുക്കില്ല. റോഡ് സ്വാഭാവികമായിട്ടും വാഹനപ്പെരുപ്പം കാരണം വീതി കൂട്ടണം. റോഡ് വീതി കൂട്ടുമ്പോൾ ഈ പൈപ്പ് നേരത്തെ അറ്റത്താണെങ്കിൽ വീതി കൂട്ടുമ്പോൾ പൈപ്പ് നടുവിലാവും. വണ്ടി അതിന് മുകളിൽ കൂടി കയറും, ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. ഡ്രെയിനേജ് ആണെങ്കിൽ പല നിലയിൽ ബ്ലോക്ക് വരും. ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ വിവിധ വകുപ്പുകളാണ്. PWD ഉണ്ടാവാം, ഇറിഗേഷൻ ഉണ്ടാവാം, തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ടാകും, വിവിധ വകുപ്പുകളാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ അപ്രോച്ച് നമുക്കുണ്ടാവും. ഒരു പോളിസി വേണം. ഒരു പോളിസി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പുതിയ നിർമ്മാണത്തിൽ ഈ പോളിസി വെച്ചിട്ടാണ് പോകുന്നത്. അതാണ് ഡിസൈൻ പോളിസി. ഇന്ത്യയിലെ ഈ മേഖലയിലുള്ള വിദഗ്ധരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്ന് ഒരു ഡിസൈൻ പോളിസി പിന്നെ വിവിധ വകുപ്പുകളായി ചർച്ച ചെയ്ത് മന്ത്രിസഭ ടൂറിസം പൊതുമരാമത്ത് വകുപ്പിൽ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.